കഥയിലെ മുഴുവൻ കാര്യങ്ങളും സാങ്കല്പികമാണ്. കഥ പൂർണ്ണമായും വിനോദത്തിനു വേണ്ടി മാത്രമുള്ളതാണ്. ചാനൽ ഒരു വിധത്തിലുള്ള അന്ധവിശ്വാസത്തെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ക്രൂസ് തറവാടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ വഴിയില്ല. കേരളത്തിലെ ചരിത്ര പുസ്തകങ്ങളിലോ ഐതിഹ്യമാല പോലെയുള്ള സമാഹാരങ്ങളിലോ ആ പേര് നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടുണ്ടാകില്ല. കാരണം ആ പേര് ഒരു രേഖയിലും അവശേഷിക്കരുത് എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ആരോ തീരുമാനിച്ചിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 16-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ. എന്റെ പേര് അനിൽ ചന്ദ്രൻ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കേരള ചരിത്രത്തിൽ ഗവേഷണം ചെയ്യുന്ന ഒരു സാധാരണ വിദ്യാർത്ഥി. പഴയ രേഖകളും ചിതറിച്ച താളിയോലകളും ആരും തിരിഞ്ഞു നോക്കാത്ത ആർക്കൈവ്സുകളുമാണ് എന്റെ ലോകം. പുതിയൊരു പ്രബന്ധം തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി പോർച്ചുഗീസ് അധിനിവേശ കാലത്തെ കേരളത്തിലെ തദ്ദേശീയമായ മാറ്റങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടിയാണ് ഞാനിന്ന് ലൈബ്രറിയിലെത്തിയത്. സെൻട്രൽ ലൈബ്രറിയുടെ 3-ാം നിലയിലുള്ള റെഫറൻസ് സെക്ഷൻ എന്റെ രണ്ടാമത്തെ വീട് പോലെയാണ്. വലിയ മരകലമാരകൾ, അതിൽ അടുക്കി വെച്ചിരിക്കുന്ന ആയിരക്കണക്കിന് പുസ്തകങ്ങൾ, അവിടെയുള്ള പഴയ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഡിജിറ്റലൈസ് ചെയ്ത പഴയ ലാൻഡ് സർവേ റിപ്പോർട്ടുകൾ ഞാൻ പരതുകയായിരുന്നു. അപ്പോഴാണ് ലൈബ്രറിയൻ സന്തോഷ് മേനോൻ സാർ എൻ്റെ അടുത്തേക്ക് വന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കപ്പ് ചായ ഉണ്ടായിരുന്നു. നീ ഇതുവരെ പോയില്ലേ അനിലേ? ആൾ ചോദിച്ചു. കുറച്ചുകൂടി തീർക്കാനുണ്ട് മേനോൻ സാറേ. ഈ പോർച്ചുഗീസ് കാലത്തെ ലാൻഡ് രജിസ്ട്രി രേഖകളിൽ ചിലത് തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ പറഞ്ഞു. ആളെന്റെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് നോക്കി. കുറച്ചു നേരം പുള്ളിക്കാരൻ ഒന്നും മിണ്ടിയില്ല. പിന്നെ വളരെ പതുക്കെ ചോദിച്ചു, നീ ഈ ക്രൂസ് തറവാടിനെ കുറിച്ച് എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഞാൻ കീബോർഡിൽ നിന്ന് കൈയെടുത്തു. എനിക്ക് ആ പേര് വല്ലാതെ അപരിചിതമായി തോന്നി. ക്രൂസ് തറവാടോ? അതെന്ത് പേരാണ്? ക്രൂസ് എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസ് പേരല്ലേ? തറവാടെന്ന് ചേർത്ത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. മേനോൻ സാറ് ചുറ്റുമൊന്ന് നോക്കി. അവിടെ ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു തറവാടാണ്. നഗരത്തിന്റെ നടുക്ക് തന്നെയാണ്. നമ്മൾ ദിവസവും പോകുന്ന ആ മെയിൻ റോഡിന്റെ സൈഡിൽ ഒരു വലിയ മതിൽക്കെട്ടിനുള്ളിൽ. പക്ഷേ ആ മതിലിനുള്ളിലേക്ക് ആരും പോകാറില്ല. ആ ഭൂമിയുടെ ഉടമസ്ഥർ ആരാണെന്ന് ഒരു രേഖയിലുമില്ല. മുനിസിപ്പാലിറ്റിക്കാർ പോലും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാറില്ല. ഞാൻ മേനോൻ സാറിനെ തന്നെ നോക്കി നിന്നു. നഗരമധ്യത്തിൽ, അതും സെന്റിന് ലക്ഷങ്ങൾ വിലയുള്ള ഒരു സ്ഥലത്ത്, അവകാശികളില്ലാത്ത ഒരു വലിയ വീടും വലിയൊരു പറമ്പും, അത് ക്രൂസ് തറവാട് എന്നൊരു വിചിത്രമായ പേരിൽ. എനിക്ക് കുറച്ചധികം വിചിത്രമായി തോന്നി. അതിനു പിന്നിൽ ഒരു കഥയുണ്ടനിലെ, മേനോൻ സാറ് തുടർന്നു. എന്റെ മുത്തച്ഛൻ പറഞ്ഞു കേട്ടതാണ്. വാസ്കോഡഗാമ രണ്ടാമത് കേരളത്തിൽ വന്ന സമയത്ത് കൂടെ വന്ന ഒരു പോർച്ചുഗീസുകാരൻ ഇവിടെയുള്ള ഒരു നമ്പൂതിരി ഇല്ലവുമായി ബന്ധം സ്ഥാപിച്ചു. വെറും ബന്ധമല്ല, എന്തോ ചില രഹസ്യക്രിയകൾ അവർ ഒരുമിച്ച് ചെയ്തു. ആ ഇല്ലത്തിന്റെ പേരാണ് പിന്നീട് ക്രൂസ് തറവാട് എന്നായതാണെന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ അതിന് ചരിത്രപരമായ തെളിവുകളൊന്നുമില്ല. എന്റെ ഉള്ളിൽ ഒരു സ്പാർക്ക് വീണു. ഒരു ഗവേഷകനെ സംബന്ധിച്ച് ചരിത്രത്തിൽ നിന്ന് മനഃപൂർവ്വം മായ്ച്ചു കളഞ്ഞ ഒരു ഏടിനേക്കാൾ വലിയൊരു നിധി വേറെയില്ല. സാറ് പറഞ്ഞ ആ സ്ഥലം കൃത്യമായി എവിടെയാണ്? ഞാൻ ചോദിച്ചു. സാർ എനിക്ക് ആ സ്ഥലത്തിന്റെ ഏകദേശ രൂപം പറഞ്ഞു തന്നു. ആൾ പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നി. ഞാൻ ദിവസവും ബസ്സിൽ പോകുന്ന വഴിയാണ്. അവിടെ ഒരു പഴയ മതിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുള്ളിൽ ഇങ്ങനെ ഒരു രഹസ്യം ഉറങ്ങിക്കിടപ്പുണ്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അന്ന് രാത്രി എന്റെ മുറിയിലെത്തുമ്പോൾ എന്റെ ചിന്ത മുഴുവൻ ആ ക്രൂസ് തറവാടിനെ കുറിച്ചായിരുന്നു. ലാപ്ടോപ്പ് തുറന്ന് ഞാൻ ഗവൺമെന്റിന്റെ പോർട്ടലിൽ കയറി ആ സ്ഥലത്തിന്റെ വിവരങ്ങൾ തിരയാൻ ശ്രമിച്ചു. പക്ഷേ മേനോൻ സാറ് പറഞ്ഞതുപോലെ ആ സർവേ നമ്പറിൽ ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. നോ റെക്കോർഡ്സ് ഫൗണ്ട് എന്നൊരു മെസ്സേജ് മാത്രമാണ് എത്ര ശ്രമിച്ചിട്ടും കാണിച്ചത്. പക്ഷെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല. യൂണിവേഴ്സിറ്റിയുടെ ലോഗിൻ ഉപയോഗിച്ച് ഞാൻ പഴയ ഡച്ച് അഡ്മിനിസ്ട്രേറ്റീവ് രേഖകളുടെ ആർക്കൈവ്സിലേക്ക് കയറി. രാത്രി ഒരുപാട് വൈകിയിരുന്നു. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിൽ 1720-ൽ തയ്യാറാക്കിയ ഒരു പഴയ മാപ്പിന്റെ ഡിജിറ്റൽ സ്കാൻ എന്റെ കണ്ണിലുടക്കി. ഒരുപാട് ഫോൾഡറുകൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചതുപോലെ കിടന്നിരുന്ന ഒരു ഫയൽ. അതിൽ ഇന്നത്തെ നഗരത്തിന്റെ ഒരു പഴയ രൂപമുണ്ടായിരുന്നു. അതിൽ കൃത്യമായി ആ സ്ഥലത്ത് ഒരു ചുവന്ന മഷി കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നു. അതിനിടയിൽ വട്ടത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു, ക്രൂസ് മഠം, പ്രവേശനം നിഷിദ്ധം. എന്റെ നെഞ്ചിടിപ്പ് കൂടി. മേനോൻ സാർ പറഞ്ഞത് സത്യമാണ്. അവിടെ എന്തോ ഉണ്ട്. ചരിത്രത്തിൽ നിന്ന് വളരെ സൂക്ഷ്മമായി ഡിലീറ്റ് ചെയ്യപ്പെട്ട എന്തോ ഒന്ന്. ആ മാപ്പ് സൂം ചെയ്തപ്പോൾ ഞാൻ മറ്റൊന്നും കൂടി ശ്രദ്ധിച്ചു. ആ വീടിന്റെ ഡിസൈൻ കേരളത്തിലെ സാധാരണ നാലുകെട്ടുകളുടെ രൂപമായിരുന്നില്ല അതിന്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ അതൊരു പെന്റഗ്രാമിന്റെ ആകൃതിയായിരുന്നു. 5 കോണുകളുള്ള ഒരു നക്ഷത്രം. ഞാൻ ലാപ്ടോപ്പ് അടച്ചു വെച്ചു. നാളെ രാവിലെ തന്നെ അവിടെ പോകണം, ഞാൻ തീരുമാനിച്ചു.
പിറ്റേന്ന് രാവിലെ എന്റെ ക്യാമറയും ഓഡിയോ റെക്കോർഡറും ഉൾപ്പെടുന്ന ബാഗും എടുത്ത് ഞാൻ ഇറങ്ങി. നഗരത്തിന്റെ തിരക്കിലൂടെ ഞാൻ നടന്നു. കുറച്ചു സമയത്തിനകം ഞാൻ മേനോൻ സാർ പറഞ്ഞ സ്ഥലത്തെത്തി. വളരെ ഉയരമുള്ള ഒരു മതിലാണ്. കറുത്ത നിറത്തിലുള്ള കല്ലുകൾ കൊണ്ടാണ് അത് കെട്ടിയിരിക്കുന്നത്. വർഷങ്ങളുടെ പഴക്കം ആ മതിലിനുണ്ട്. പായലും കാട്ടുചെടികളും അതിൽ പറ്റിപ്പിടിച്ചു വളർന്നിരുന്നു. ഗേറ്റ് എന്ന് പറയാനൊന്നുമില്ല, പഴയ കാലത്തെ വലിയൊരു മരവാതിൽ. അത് ഇരുമ്പുപട്ടകൾ വെച്ച് അടിച്ചുറപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ചുറ്റും നോക്കി. ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും അവരവരുടെ തിരക്കുകളിലാണ്. വാഹനങ്ങളുടെ ശബ്ദം അവിടെ വളരെ കൂടുതലായിരുന്നു. ഞാൻ ആ മരവാതിലിനടുത്തേക്ക് നടന്നു. അതിൽ തൊട്ടപ്പോൾ എന്തോ ഒരു പ്രത്യേകത എനിക്ക് തോന്നി. മരമാണെങ്കിലും അതിനൊരു ലോഹത്തിന്റെ കാഠിന്യം ഉണ്ടായിരുന്നു. ഞാൻ അതിലെ പഴുതിലൂടെ ഉള്ളിലേക്ക് നോക്കാൻ ശ്രമിച്ചു. ഒന്നും വ്യക്തമായി കാണുന്നില്ല. വലിയ മരങ്ങളും കാട് പിടിച്ചു കിടക്കുന്ന ഒരു പറമ്പും മാത്രം. ഞാൻ ഫോൺ എടുത്ത് ആ മതിലിന്റെ ചില ചിത്രങ്ങൾ എടുത്തു. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് ഞാൻ ആ മതിലിനോട് ചേരുന്ന ഭാഗത്ത് ഒരു ചെറിയ വിടവ് കാണുന്നത്. അതിലൂടെ ഒരു മനുഷ്യന് കഷ്ടിച്ചുള്ളിലേക്ക് കടക്കാം. വാതിലിന്റെ ഒരു പലക കാലപ്പഴക്കം കൊണ്ട് തകർന്നു പോയി ഉണ്ടായതാണ് ആ വിടവ്. ഉള്ളിലേക്ക് കയറണോ എന്ന് ഞാൻ ഒരു നിമിഷം ആലോചിച്ചു. നിയമവിരുദ്ധമാണ്, ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാകും. പക്ഷേ എന്റെ ഉള്ളിലെ ഗവേഷകൻ എന്നെ പ്രേരിപ്പിച്ചു. ഒരു ചരിത്ര വിദ്യാർത്ഥിക്ക് ഇതൊരു സുവർണാവസരമാണ്. ബാഗ് തോളിലിട്ട് ആ വിടവിലൂടെ ഞാൻ ഉള്ളിലേക്ക് കടന്നു. അകത്തേക്ക് കാലെടുത്തു വെച്ച നിമിഷം എന്റെ ചെവിയിൽ പതിച്ചുകൊണ്ടിരുന്ന ശബ്ദങ്ങൾ പൂർണ്ണമായും നിന്നു. പുറത്തെ നഗരത്തിന്റെ തിരക്കിന്റെ വാഹനങ്ങളുടെ ശബ്ദം അവിടെ കേൾക്കാനില്ല. ഒരു ശബ്ദവുമില്ലാത്ത ഒരു വാക്വം ചേമ്പറിലേക്ക് കയറിയതുപോലെ. ഞാൻ ചുറ്റും നോക്കി. വലിയ മരങ്ങൾ സൂര്യപ്രകാശത്തെ പൂർണ്ണമായും തടഞ്ഞു നിർത്തിയിരുന്നു. പകൽ സമയമായിട്ടും അവിടെ നല്ല ഇരുട്ടായിരുന്നു. കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോൾ ഞാനത് കണ്ടു. ക്രൂസ് തറവാട്. എന്റെ ചിന്തകളെ പൂർണ്ണമായും തകിടം മറിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. മരം കൊണ്ടുള്ള ഒരു പഴയ കേരളീയ തനിമയുള്ള വീട്. പക്ഷേ അതിന്റെ തൂണുകൾ, അവ സാധാരണ മരത്തൂണുകളായിരുന്നില്ല. കറുത്ത കല്ലിൽ തീർത്ത ഗോതിക് ശൈലിയിലുള്ള തൂണുകൾ. അതിൽ വിചിത്രമായ രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഞാൻ ക്യാമറ ഓൺ ചെയ്ത് റെക്കോർഡിംഗ് തുടങ്ങി. മൈക്ക് ഞാൻ കോളറിൽ സെറ്റ് ചെയ്തു. ഞാനിപ്പോൾ നിൽക്കുന്നത് ആ രേഖകളിൽ പറയുന്ന ക്രൂസ് തറവാടിന് മുന്നിലാണ്. ഞാൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു തുടങ്ങി. വീടിന്റെ മുൻവാതിൽ അല്പം തുറന്നു കിടന്നിരുന്നു. മുറ്റത്ത് നിന്നുകൊണ്ട് വാതിലിന്റെ വിടവിലൂടെ അകത്തേക്ക് നോക്കിയപ്പോൾ വിശാലമായൊരു ഹാള് കണ്ടു. ഞാൻ വളരെ പതുക്കെ ചവിട്ടുപടികൾ കയറി. ഓരോ പടിയിലും എൻ്റെ ഷൂസ് ഉരയുന്ന ശബ്ദം ആ നിശബ്ദതയിൽ വളരെ ഉച്ചത്തിൽ കേൾക്കുന്നുണ്ടായിരുന്നു. വാതിലിനടുത്തെത്തി ഞാൻ ഉള്ളിലേക്ക് എത്തി നോക്കി. പഴയ വീടുകളിൽ കാണുന്ന ഒരു സാധാരണ ഹാൾ. പക്ഷെ നിലത്ത് തറയോടുകൾക്ക് പകരം കൃത്യമായ അളവുകളിൽ മുറിച്ചെടുത്ത കറുത്ത കല്ലുകളാണ് പാകിയിരുന്നത്. ഞാൻ അകത്തേക്ക് കാലെടുത്തു വെച്ചു. അവിടെ ഒരുപാട് പൊടിയുണ്ടായിരുന്നു. ചിലന്തി വലകൾ എല്ലാ കോണുകളിലും നിറഞ്ഞു നിൽക്കുന്നു. ഞാൻ ആ ഹാളിന്റെ നടുവിലേക്ക് നടന്നു. പെട്ടെന്ന് എൻ്റെ മൈക്കിൽ നിന്നുള്ള ഫീഡ്ബാക്കിൽ കേൾക്കുന്ന ഇയർഫോണിൽ ഒരു ശബ്ദം വന്നു. വളരെ നേർത്ത ഒരു ശബ്ദം. റേഡിയോ സിഗ്നൽ പിടിക്കാത്ത സമയത്ത് കേൾക്കുന്ന പോലൊരു സ്റ്റാറ്റിക് നോയ്സ്. ഞാൻ റെക്കോർഡറിന്റെ സ്ക്രീനിൽ നോക്കി. ഓഡിയോ ലെവൽ മീറ്റർ പെട്ടെന്ന് മുകളിലേക്ക് കയറുന്നു. എന്തോ ഒരു ശബ്ദം എൻ്റെ മൈക്ക് പിടിച്ചെടുക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് നേരിട്ടൊന്നും കേൾക്കാൻ കഴിയുന്നില്ല. ഞാൻ ഇയർഫോൺ ഒന്നുകൂടി ചെവിയിലേക്ക് അമർത്തി വെച്ചു. ആ സ്റ്റാറ്റിക് നോയ്സിനിടയിൽ നിന്ന് വളരെ പതുക്കെ ഒരു താളം കേൾക്കാൻ തുടങ്ങി. കൃത്യമായ ഇടവേളകളിൽ അത് ആവർത്തിക്കുന്നുണ്ടായിരുന്നു. ലോഹം കൊണ്ട് ലോഹത്തിൽ ഉരസുന്നത് പോലെയുള്ള ഒരു ശബ്ദം. ഞാൻ ചുറ്റും നോക്കി. അവിടെ ഞാനല്ലാതെ വേറെ ആരുമില്ല. ശബ്ദം വരുന്നത് വീടിന്റെ ഉൾഭാഗത്തു നിന്നാണ്. ആ ഭാഗത്ത് നല്ല ഇരുട്ടാണ്. ഞാൻ മൊബൈലിന്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തു. ആ പ്രകാശത്തിൽ ഹാളിന്റെ അറ്റത്തുള്ള ഒരു വാതിൽ ഞാൻ കണ്ടു. കണ്ടിട്ടത് നിലവറയിലേക്കുള്ള വാതിലാണെന്നാണ് തോന്നുന്നത്. ഇത്തരം പഴയ വീടുകളിൽ നിലവറകൾ സർവ്വസാധാരണമാണ്. ശബ്ദം വരുന്നത് അവിടെ നിന്നാണ്. ഞാൻ പതുക്കെ ആ വാതിലിനടുത്തേക്ക് നടന്നു. എൻ്റെ ഓരോ ചുവടുവെപ്പിലും ആ ഓഡിയോ മീറ്റർ ഉയർന്നുകൊണ്ടിരുന്നു. ഞാൻ വാതിലിനടുത്തെത്തിയപ്പോൾ ഒന്ന് നിന്നു. എൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ വാതിലിന്റെ പിടിയിൽ പിടിച്ചു. ഒരു ഗവേഷകൻ എന്ന നിലയിൽ എനിക്ക് മുന്നോട്ട് പോകണമെന്നുണ്ട്. പക്ഷെ എൻ്റെ ഉള്ളിലെ സാധാരണക്കാരൻ എന്നെ വിലക്കുന്നുണ്ടായിരുന്നു. മനസ്സിന്റെ വടംവലിയെ മറികടന്ന് ഞാൻ ആ വാതിൽ പതുക്കെ തുറന്നു. അകത്ത് ഊരിട്ടാണ്. മൊബൈലിന്റെ വെളിച്ചം അവിടെ ഒരു പരിധിക്കപ്പുറം പോകുന്നില്ല. ഒരു പടിക്കെട്ട് താഴേക്ക് പോകുന്നുണ്ട്. ഞാൻ അതിലൂടെ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഇയർഫോണിലൂടെ കേൾക്കുന്ന ആ ലോഹ ശബ്ദം ഇപ്പോൾ കൂടുതൽ വ്യക്തമാണ്. നിലവറയുടെ താഴെ എത്തിയപ്പോൾ ഞാൻ ലൈറ്റ് ചുറ്റും അടിച്ചു നോക്കി. പഴയ മരപ്പെട്ടികളും ചില പാത്രങ്ങളുമല്ലാതെ മറ്റൊന്നുമില്ല. പിന്നെ എവിടെ നിന്നാണ് ഈ ശബ്ദം? ഞാൻ റെക്കോർഡർ ശ്രദ്ധിച്ചു. പിന്നെ ഞാൻ മൈക്ക് ഒരു പഴയ മരപ്പലകയുടെ അടുത്തേക്ക് നീക്കി.
ശബ്ദത്തിന്റെ തീവ്രത കൂടി. ഞാൻ ആ പലക പതുക്കെ നീക്കി നോക്കി. അതിനടിയിൽ മണ്ണിൽ പുതഞ്ഞു കിടക്കുന്ന ഒരു ചെറിയ ചെമ്പ് പെട്ടി. ഞാനത് കയ്യിലെടുത്തു. അതിന് നല്ല ഭാരമുണ്ടായിരുന്നു. പെട്ടിയുടെ മുകളിൽ ചില അടയാളങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. യൂറോപ്യൻ ആൽക്കെമിയിൽ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളാണെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. പെട്ടിക്ക് പൂട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനത് പതുക്കെ തുറന്നു. അതിനുള്ളിൽ ചില ഇരുമ്പ് തകിടുകളായിരുന്നു. ഓരോ തകിടിലും എന്തൊക്കെയോ വരിവരിയായി എഴുതിയിട്ടുണ്ട്. ഞാൻ മൊബൈൽ ലൈറ്റ് അതിലേക്ക് തിരിച്ചു. വട്ടെഴുത്താണ്. ഞാൻ വായിക്കാൻ ശ്രമിച്ചു. പക്ഷെ അതൊരു സാധാരണ മലയാളം വാക്യമായിരുന്നില്ല. മലയാളം ലിപിയിൽ എഴുതിയ ലാറ്റിൻ വാക്കുകൾ. ഒക്യുൽറ്റം ഇൻവെക്കാറ്റോ. ഞാൻ ആ വരികൾ പതുക്കെ വായിച്ചു. പെട്ടെന്ന് എന്റെ ഇയർഫോണിലൂടെ കേട്ടുകൊണ്ടിരുന്ന ആ ശബ്ദം നിന്നു. പൂർണ്ണമായ നിശബ്ദത. ഞാൻ തലയുയർത്തി ചുറ്റും നോക്കി. നിലവറയുടെ മൂലയിൽ മൊബൈൽ വെളിച്ചമെത്താത്ത ആ ഇരുട്ടിൽ എനിക്കൊരു മാറ്റം അനുഭവപ്പെട്ടു. ഫ്ലാഷിന്റെ വെളിച്ചം അതിനപ്പുറം പോകേണ്ടതാണ്. പക്ഷെ ആ ഇരുട്ട് വെളിച്ചത്ത് വിഴുങ്ങുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ ക്യാമറ അങ്ങോട്ട് തിരിച്ചു. ആ ഇരുട്ടിൽ കൃത്യമായി രൂപമില്ലാത്ത എന്തോ ഒന്ന് നിൽക്കുന്നത് ഞാൻ ക്യാമറ സ്ക്രീനിൽ കണ്ടു. അത് നിശ്ചലമാണ്. ഞാൻ മൊബൈൽ ലൈറ്റ് ഒന്ന് വീശി നോക്കി. പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല. വെറും ഭിത്തി മാത്രം. പക്ഷേ ക്യാമറയുടെ സ്ക്രീനിൽ ആ രൂപം അപ്പോഴും ഉണ്ടായിരുന്നു. അതൊരു മനുഷ്യന്റെ രൂപമല്ല. ഞാൻ ക്യാമറയിൽ നിന്ന് കണ്ടെടുത്ത് നേരിട്ട് ഭിത്തിയിലേക്ക് നോക്കി. ഒന്നുമില്ല. ക്യാമറ സ്ക്രീനിൽ നോക്കുമ്പോൾ അതവിടെയുണ്ട്. അത് വളരെ പതുക്കെ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. നടക്കുകയല്ല. ഒരു വീഡിയോയിൽ ഫ്രെയിമുകൾ സ്കിപ്പാകുന്നത് പോലെ അത് നിന്നിടത്തു നിന്ന് പെട്ടെന്ന് മുന്നിലേക്ക് മാറി. എന്റെ കൈകൾ വിറച്ചു. ഞാൻ ആ ചെമ്പുപെട്ടിയും തകിടുകളും അവിടെ തന്നെ ഇട്ടിട്ട് വേഗം തിരിഞ്ഞു നടന്നു. പടിക്കെട്ടുകൾ ഓടിക്കയറി ഞാൻ ഹാൾ കടന്ന് ആ പഴയ മരവാതിലിന്റെ വിടവിലൂടെ പുറത്തേക്ക് ചാടി. റോഡിലെത്തിയപ്പോൾ ചുറ്റുമുള്ള വാഹനങ്ങളുടെ ശബ്ദം ഒരുമിച്ച് എന്റെ ചെവിയിലേക്ക് ഇടിച്ചു കയറി. ഞാൻ ആ മതിലിൽ ചാരി നിന്ന് കിതച്ചു. എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ക്യാമറയിൽ കണ്ടത് ഒരു തോന്നലാണോ, അതോ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത എന്തെങ്കിലും അവിടെയുണ്ടോ? ഞാൻ എന്റെ ബാഗ് തുറന്ന് ക്യാമറ അതിനുള്ളിലേക്ക് വെക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഞാൻ ആ കാര്യം ശ്രദ്ധിച്ചത്. എന്റെ കയ്യിൽ ആ ഇരുമ്പ് തകിടുകളിൽ ഒന്നിരിക്കുന്നു. നിലവറയിൽ നിന്ന് പുറത്തേക്ക് ഓടുമ്പോൾ ഞാൻ അറിയാതെ അതെന്റെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ആ തകിടിലേക്ക് നോക്കി. അതിലെ ആ ലാറ്റിൻ വാക്കുകൾ. ഞാൻ എന്തോ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞു എന്ന് എന്റെ മനസ്സെന്നോട് പറഞ്ഞു. ആ തകിട് ഞാൻ അവിടെ നിന്ന് മാറ്റാൻ പാടില്ലായിരുന്നു. മുറിയിൽ തിരിച്ചെത്തിയ ശേഷം ഞാൻ എന്റെ ലാപ്ടോപ്പ് തുറന്നു. ക്യാമറയിലെ വീഡിയോ ഫയൽ ഞാൻ അതിലേക്ക് കോപ്പി ചെയ്തു. ഒന്ന് ദീർഘമായി ശ്വാസം വിട്ട ശേഷം ഞാൻ ആ ഫയൽ പ്ലേ ചെയ്തു. നിലവറയിലെ കാഴ്ച. ഞാൻ ആ മൂലയിലേക്ക് ക്യാമറ തിരിക്കുന്ന ഭാഗം. ഞാൻ വീഡിയോ പോസ് ചെയ്തു. എന്നിട്ട് സൂം ചെയ്ത് നോക്കി. ആ ഇരുട്ടിൽ ആ രൂപം വ്യക്തമാണ്. അതൊരു മനുഷ്യന്റെ രൂപമല്ല. പല ജാമിതീയ രൂപങ്ങൾ കൂടി ചേർന്നതുപോലെയുള്ള ഒരു വിചിത്രമായ ഘടന. ഞാൻ വീഡിയോ പ്ലേ ചെയ്തു. അത് മുന്നോട്ട് നീങ്ങുന്നത് വീഡിയോയിൽ കാണാമായിരുന്നു. പെട്ടെന്ന് ആ വീഡിയോ അവിടെ നിന്നു. അതേസമയം എന്റെ മുറിയിലെ ലൈറ്റ് ഒരു നിമിഷം ഫ്ലിക്കർ ചെയ്തു. ഞാൻ ലാപ്ടോപ്പ് ഓഫ് ചെയ്തു. എന്റെ ശ്രദ്ധ ആ ഇരുമ്പ് തകിടിലേക്ക് നീണ്ടു. അത് മേശപ്പുറത്തിരിപ്പുണ്ട്. ഇതങ്ങനെ വിട്ടാൻ പറ്റില്ല. ഞാൻ അതിലെ വാക്കുകൾ ഡീക്രിപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. കണ്ടിട്ട് അത് വെറും ഒരു പ്രാർത്ഥനയോ മന്ത്രമോ ഒന്നുമല്ല. അതൊരു സമവാക്യമാണ് എന്നാണ് തോന്നുന്നത്. യൂറോപ്യൻ ആഭിചാരവും കേരളത്തിലെ താന്ത്രിക വിദ്യയും കൂടിയിണക്കിയ ഒരു ഭയാനകമായ സമവാക്യം. രാത്രി ഒരുപാട് വൈകിയിരുന്നു. ഞാൻ ആ തകിടിലെ വാക്കുകൾ ഒരു പേപ്പറിലേക്ക് പകർത്തി എഴുതാൻ തുടങ്ങി. ഓരോ വാക്കും എഴുതുമ്പോൾ എന്റെ മുറിയിലെ നിശബ്ദതയ്ക്ക് കനം വെക്കുന്നതായി എനിക്ക് തോന്നി. പെട്ടെന്ന് എന്റെ പേന നിന്നു. എന്റെ തൊട്ടു മുന്നിൽ ലാപ്ടോപ്പ് സ്ക്രീനിൽ ഒരു പ്രതിബിംബം. എന്റെ പ്രതിബിംബമല്ല. ഞാൻ തിരിഞ്ഞു നോക്കാതെ സ്ക്രീനിലെ ആ റിഫ്ലക്ഷനിലേക്ക് തന്നെ നോക്കിയിരുന്നു. എന്റെ കസാരയ്ക്ക് പുറകിലായി മുറിയുടെ മൂലയിൽ ആ രൂപം നിൽപ്പുണ്ട്. നിലവറയിൽ വെച്ച് ഞാൻ ക്യാമറയിൽ കണ്ട അതേ രൂപം. അതനങ്ങുന്നില്ല. പക്ഷെ അത് എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ നോട്ടം ലാപ്ടോപ്പിന്റെ ഇരുണ്ട സ്ക്രീനിലെ ആ റിഫ്ലക്ഷനിൽ തന്നെ ഉറച്ചു പോയിരുന്നു. ആ രൂപത്തിനൊരു വ്യക്തമായ മുഖമുണ്ടായിരുന്നില്ല. ഇരുണ്ട ഡിജിറ്റൽ നോയ്സ് പോലെയുള്ള ഒരു ഘടന. അതവിടെ നിൽക്കുകയല്ല. പകരം ആ സ്ഥലത്ത് വെറുതെ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത് പോലെ തോന്നിച്ചു. അതൊട്ടും തന്നെ അനങ്ങുന്നുമുണ്ടായിരുന്നില്ല. പക്ഷേ ആ സാന്നിധ്യം എന്റെ മുറിയിലെ മൊത്തം അന്തരീക്ഷത്തെ മാറ്റിമറിച്ചിരുന്നു. ഞാൻ മേശപ്പുറത്തെ ആ ഇരുമ്പ് തകിടിലേക്ക് കൈനീട്ടി. അതിൽ തൊട്ട നിമിഷം സ്ക്രീനിലെ ആ രൂപം പെട്ടെന്ന് ഒരു ഫ്രെയിം മുന്നോട്ട് സ്കിപ്പ് ചെയ്തു. എന്റെ കസാരയ്ക്ക് തൊട്ടുപുറകിലേക്ക്. ഞാൻ കസാരയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് മാറി നിന്നു. മുറിയുടെ മൂലയിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കി. അവിടെ ഒന്നുമില്ല. വെറും ഭിത്തി മാത്രം. പക്ഷേ ലാപ്ടോപ്പ് സ്ക്രീനിലേക്ക് നോക്കിയപ്പോൾ അതിനെ അവിടെ തന്നെ കാണാമായിരുന്നു. കണ്ണാടിയിലോ ക്യാമറയിലോ
പ്രതിഫലിക്കുന്ന പ്രതലങ്ങളിലോ മാത്രം കാണാൻ കഴിയുന്ന എന്തോ ഒന്നായിരുന്നു അത്. ഞാൻ ആ തകിടെടുത്ത് ബാഗിലേക്ക് ഇട്ടു. എനിക്ക് അവിടെ നിൽക്കാൻ പേടി തോന്നി. ഞാൻ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. ഹോസ്റ്റലിന്റെ നീണ്ട വരാന്തയിലൂടെ നടക്കുമ്പോൾ ഓരോ ചുവടിലും ആ രൂപം എന്നെ പിന്തുടരുന്നുണ്ടോ എന്ന് ഞാൻ ഭയന്നു. പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു. ഞാൻ താഴെയുള്ള കോമൺ റൂമിലേക്ക് പോയി. അവിടെ ചില കുട്ടികൾ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ശബ്ദങ്ങളും ടി വിയിലെ വാർത്തകളും എനിക്ക് അല്പം ആശ്വാസം നൽകി. ഞാൻ അവിടെയുള്ള കസാരയിലിരുന്നു. എന്റെ തലയ്ക്കുള്ളിൽ മുഴുവൻ ആ തകിടിലെ വാക്കുകളായിരുന്നു. ഒരു ഹൈബ്രിഡ് ആഭിചാരം, പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന ഡീമണോളജിയും കേരളത്തിലെ പുരാതന മാന്ത്രിക വിദ്യയും കൂട്ടിയിണക്കിയ ഒരു ഭയാനകമായ ഫോർമുല. ആ ഫോർമുലയുടെ ഒരു ഭാഗമാണ് ഞാൻ എന്റെ മുറിയിൽ വെച്ചിരിക്കുന്നത്. ഞാൻ മൊബൈൽ എടുത്ത് എന്റെ ഗൈഡായ ഡോക്ടർ വിശ്വനാഥനെ വിളിക്കാൻ നോക്കി. സമയം പുലർച്ചെ 2 മണി കഴിഞ്ഞിരുന്നു. ഈ സമയത്ത് അദ്ദേഹത്തെ വിളിക്കുന്നത് ശരിയല്ല. ഞാൻ ഫോണിൽ ബ്രൗസർ തുറന്ന് ക്രൂസ് എന്ന വാക്കും പോർച്ചുഗീസ് ആൽക്കമി എന്ന വാക്കും ചേർത്ത് സെർച്ച് ചെയ്തു. കുറച്ച് പഴയ ലിങ്കുകൾ വന്നു. അതിലൊന്ന് 16-ാം നൂറ്റാണ്ടിലെ പോർച്ചുഗീസ് ഇൻക്വിസിഷനെ കുറിച്ചുള്ള ഒരു ലേഖനമായിരുന്നു. അതിൽ ഒരു ചെറിയ പാരഗ്രാഫിൽ ഞാൻ ആ പേര് കണ്ടു, ഹെൻറിക് ക്രൂസ്. ആ ലേഖനത്തിൽ പറയുന്നത് പ്രകാരം ഹെൻറിക് ക്രൂസ് ഒരു പോർച്ചുഗീസ് പ്രഭുവായിരുന്നു. പൗരസ്ത്യ ദേശത്തെ ആഭിചാരക്രിയകൾ പഠിക്കാൻ അയാൾ ഇന്ത്യയിലേക്ക് പോയെന്നും അവിടെ വെച്ച് അയാൾ പിശാചുകളുമായി നേരിട്ട് കരാറുണ്ടാക്കുന്ന ഒരു പുതിയ രീതി വികസിപ്പിച്ചെന്നും യൂറോപ്യൻ സഭ വിശ്വസിച്ചിരുന്നു. അതിനാൽ അയാളെയും അയാളുടെ കുടുംബത്തെയും ചരിത്രത്തിൽ നിന്നും മായ്ച്ചു കളയാൻ സഭ ഉത്തരവിട്ടു. അതായിരുന്നു ക്രൂസ് തറവാടിന്റെ രഹസ്യം. ഹെൻറിക് ക്രൂസ് കേരളത്തിലെത്തി ഒരു നമ്പൂതിരി കുടുംബവുമായി ചേർന്ന് നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമാണ് ആ വീട്. ആ വീടിന്റെ ഡിസൈൻ തന്നെ ഒരു പെന്റഗ്രാമാണ്. ഒരു വലിയ ആഭിചാര യന്ത്രം പോലെയാണ് അവർ ആ വീട് നിർമ്മിച്ചിരിക്കുന്നത് തന്നെ. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു. അത് മേനോൻ സാറായിരുന്നു. അനിലെ, നീ ആ തറവാട്ടിൽ പോയോ? ഈ സമയത്ത് മേനോൻ സാറിന്റെ മെസ്സേജോ? ഞാൻ പെട്ടെന്ന് തന്നെ റിപ്ലൈ കൊടുത്തു. ആ സാറേ, ഞാൻ പോയിരുന്നു. അവിടെ ചില കാര്യങ്ങൾ ഞാൻ കണ്ടെത്തി. എന്താണ് നീ കണ്ടെത്തിയത്? ഉടനെ തന്നെ മറുപടി വന്നു. ചില പഴയ തകിടുകൾ. അതിൽ ലാറ്റിൻ ഭാഷയിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. 2 മിനിറ്റ് കഴിഞ്ഞിട്ടും മറുപടി വന്നില്ല. ഞാൻ വീണ്ടും മെസ്സേജ് അയക്കാൻ തുടങ്ങിയപ്പോൾ മേനോൻ സാറിന്റെ മെസ്സേജ് വന്നു. നീ ആ തകിട് അവിടെ നിന്ന് എടുക്കുകയോ മറ്റോ ചെയ്തോ? ഞാൻ ഒരു നിമിഷം ആലോചിച്ചു. സത്യം പറയണോ? അതെ സാറേ, ഒരെണ്ണം എന്റെ കയ്യിലുണ്ട്. അടുത്ത മെസ്സേജ് ഉടനെ വന്നു. അനിലെ, നീ ഒരു വലിയ തെറ്റാണ് ചെയ്തത്. ആ വീട് ഒരു സാധാരണ വീടല്ല, അതൊരു തടവറയാണ്. അവർ ഉണ്ടാക്കിയെടുത്ത ആ സാധനത്തെ തളച്ചിടാൻ ഉണ്ടാക്കിയ ഒരു വലിയ കൂട്. നീ ആ തകിട് മാറ്റിയപ്പോൾ ആ കൂടിന്റെ പൂട്ട് തുറന്നു. ഞാൻ സ്ക്രീനിലേക്ക് തന്നെ നോക്കിയിരുന്നു. മേനോൻ സാറിന് ഇതെല്ലാം എങ്ങനെ അറിയാം? ഞാൻ അദ്ദേഹത്തെ ഫോൺ വിളിച്ചു. റിങ് ചെയ്തെങ്കിലും ആരും ഫോൺ എടുത്തില്ല. ഞാൻ വീണ്ടും വിളിച്ചു. കോള് കട്ടായി. ഞാൻ തിരികെ മുറിയിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. ആ തകിട് അവിടെ വെച്ചിട്ട് എനിക്ക് ഉറങ്ങാൻ കഴിയില്ല. അത് എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. ഉള്ളിൽ ഭയമുണ്ടായിരുന്നെങ്കിലും ഞാൻ മുറിയിലേക്ക് നടന്നു. കോമൺ റൂമിൽ നിന്ന് പുറത്തിറങ്ങി കോണിപ്പടികൾ കയറുമ്പോൾ ലൈറ്റുകളൊക്കെ ഓഫായിരുന്നു. വരാന്തയുടെ അറ്റത്തുള്ള സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചം മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്റെ മുറിയുടെ വാതിൽ പാതി തുറന്നു കിടക്കുകയായിരുന്നു. ഞാൻ അത് അടച്ചിട്ടാണ് പോയത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ വാതിലിനടുത്തെത്തി ഉള്ളിലേക്ക് നോക്കി. മുറിയിൽ നല്ല ഇരുട്ടാണ്. എന്റെ ബാഗ് മേശപ്പുറത്തു നിന്ന് താഴെ വീണ് കിടക്കുന്നു. അതിലെ സാധനങ്ങൾ മുഴുവൻ തറയിൽ ചിതറിക്കിടപ്പുണ്ട്. ഞാൻ ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തു. ആ ഇരുമ്പ് തകിട് അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല. ഞാൻ അകത്തേക്ക് കയറി മുറി മുഴുവൻ അരിച്ചു പെറുക്കി. എന്റെ ബുക്കുകൾ, പേപ്പറുകൾ എല്ലാം താഴെ കിടപ്പുണ്ട്. പക്ഷേ ആ തകിട് മാത്രമില്ല. പെട്ടെന്ന് എന്റെ ഫോണിലേക്ക് വീണ്ടും ഒരു മെസ്സേജ് വന്നു. മേനോൻ സാറാണ്. അത് നിന്നോട് സംസാരിക്കാൻ തുടങ്ങും. അതിന് സ്വന്തമായി ശബ്ദമില്ല. അത് നമ്മുടെ ഓർമ്മകളിൽ നിന്നുള്ള ശബ്ദങ്ങൾ ഉപയോഗിച്ചാണ് സംസാരിക്കുക. ഞാൻ ഫോൺ സ്ക്രീനിലേക്ക് തന്നെ നോക്കി നിന്നു. മേനോൻ സാർ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അപ്പോൾ എന്റെ പുറകിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. വളരെ വ്യക്തമായ, എനിക്ക് ഏറ്റവും പരിചിതമായ ഒരു ശബ്ദം. അനിലെ. അത് എന്റെ സ്വന്തം ശബ്ദമായിരുന്നു. ഞാൻ തിരിഞ്ഞു നോക്കി. മുറിയുടെ വാതിലിനടുത്ത് ആരും ഉണ്ടായിരുന്നില്ല. അനിൽ, ആ തകിട് എവിടെയാണ്? വീണ്ടും എന്റെ ശബ്ദം. അത് വരുന്നത് എന്റെ മുറിയുടെ മൂലയിൽ നിന്നാണ്. ഞാൻ ഫ്ലാഷ് ലൈറ്റ് അങ്ങോട്ടേക്ക് തിരിച്ചു. അവിടെ ഭിത്തിയിൽ ആ തകിട് പതിച്ചു വെച്ചിരിക്കുന്നു. അത് വെറുതെ വെച്ചിരിക്കുകയല്ല. ഭിത്തിയുടെ ഉള്ളിലേക്ക് അത് തുളച്ചു കയറിയിരിക്കുന്നത് പോലെ. ഞാൻ അതിനടുത്തേക്ക് പതുക്കെ നടന്നു. തകിടിലെ അക്ഷരങ്ങൾ തിളങ്ങുന്നുണ്ടായിരുന്നു. ഒരു ചുവന്ന മങ്ങിയ വെളിച്ചം അതിൽ നിന്ന് വരുന്നുണ്ട്. ഞാൻ അതിൽ തൊടാൻ കൈ നീട്ടിയ നിമിഷം എന്റെ ഫോണിൽ ഒരു കോൾ വന്നു. പെട്ടെന്നായതുകൊണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അത് മേനോൻ സാറായിരുന്നു.
ഞാൻ വേഗം കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ സാറേ. മറുതലക്കൽ നിശബ്ദതയായിരുന്നു. സാറേ, കേൾക്കാമോ? ഹലോ. കുറച്ചു നേരം കഴിഞ്ഞ് അവിടെ നിന്നും ഒരു ശബ്ദം വന്നു. മേനോൻ സാറിന്റെ ശബ്ദമല്ല, അതൊരു ലോഹം ഉരസുന്നത് പോലെയുള്ള ഒരു ശബ്ദമായിരുന്നു. ഞാൻ ആ തറവാടിന്റെ നിലവറയിൽ വെച്ച് കേട്ട അതേ ശബ്ദം. ഇതാരാണ്? ഞാൻ ചോദിച്ചു. ആ ശബ്ദം നിന്നു. പിന്നെ ഒരു ചെറിയ ചിരി കേട്ടു. അതെന്റെ ചിരിയായിരുന്നു. ഞാൻ ഹെൻറിക്. ആ ശബ്ദം എന്റെ ചെവിയിൽ മുഴങ്ങി. ഹെൻറിക് ക്രൂസ്. എന്റെ കയ്യിൽ നിന്ന് ഫോൺ തറയിലേക്ക് വീണു. സ്ക്രീനിൽ ചെറിയൊരു വിള്ളൽ വീഴുന്ന ശബ്ദം ഞാൻ കേട്ടു. കോൾ കട്ടായി കഴിഞ്ഞിരുന്നു. ഞാൻ ഭിത്തിയിലേക്ക് നോക്കി. ആ ഇരുമ്പ് തകിട് അവിടെ തന്നെയുണ്ട്. അതിൽ നിന്നുള്ള നേരത്തെ ചുവന്ന പ്രകാശം എന്റെ മുറിയിലെ നിഴലുകളെ വിചിത്രമായി നീട്ടുന്നുണ്ടായിരുന്നു. ഈ മുറി സുരക്ഷിതമല്ല. എന്റെ ബുദ്ധി വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങി. ഈ തകിട് ഇവിടെ വെക്കാൻ പാടില്ല. അത് ഞാൻ കൊണ്ടുവന്നതാണ്. ഇത് മാറ്റേണ്ടത് എന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. ഞാൻ മേശപ്പുറത്തുണ്ടായിരുന്ന സ്റ്റീൽ സ്കെയിൽ എടുത്തു. തകിടിനും ഭിത്തിക്കും ഇടയിലേക്ക് ആ സ്കെയിൽ അമർത്തി വെച്ചു. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അത് സിമന്റിലല്ല ഇരിക്കുന്നത്. ഒരു കാന്തം ഇരുമ്പിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് പോലെ ശക്തമായ അത് ഭിത്തിയോട് ചേർന്നിരിക്കുകയാണ്. ഞാൻ സർവ്വശക്തിയുമെടുത്ത് സ്കെയിൽ താഴേക്ക് അമർത്തി. വലിയൊരു ശബ്ദത്തോടെ തകിട് തറയിലേക്ക് വീണു. അതിൽ നിന്നുള്ള വെളിച്ചം ഒറ്റയടിക്ക് അണഞ്ഞു. അത് വീണ നിമിഷം മുറിയിലെ അന്തരീക്ഷത്തിന് ഒരു മാറ്റം സംഭവിച്ചു. എന്റെ കണ്ണുകളുടെ കാഴ്ചയ്ക്ക് എന്തോ തകരാറ് സംഭവിച്ചതുപോലെ എനിക്ക് തോന്നി. മുറിയുടെ വാതിലിലേക്കുള്ള ദൂരം പെട്ടെന്ന് കൂടിയതുപോലെ. അതൊരു തോന്നലല്ല. ഞാൻ നിൽക്കുന്ന സ്ഥലവും വാതിലും തമ്മിലുള്ള അകലം 10 അടിയാണ്. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ ആ ഇടനാഴി അനന്തമായി നീളുന്നത് പോലെ. സ്പേഷ്യൽ ഡിസ്റ്റോർഷൻ. സ്ഥലത്തിന്റെ അളവുകൾ തെറ്റുന്നു. ഞാൻ എൻ്റെ ടവലെടുത്ത് ആ തകിടതിൽ പൊതിഞ്ഞു. എന്നിട്ട് ബാഗിലേക്ക് ഇട്ടു. പിന്നെ ഒരു നിമിഷം പോലും കളയാതെ ഞാൻ ബാഗും എടുത്ത് വാതിലിനടുത്തേക്ക് ഓടി. ഓരോ ചൂട് വയ്ക്കുമ്പോഴും തറയിലെ ടൈലുകൾ എന്റെ കാലുകൾക്ക് താഴെ നിന്ന് തെന്നി മാറുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. വാതിലിന്റെ പിടിയിൽ പിടിച്ച് ഞാൻ പുറത്തേക്ക് ചാടി. ഹോസ്റ്റലിന്റെ നീണ്ട വരാന്ത. പുറത്ത് മഴ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ഞാൻ തിരിഞ്ഞു നോക്കാതെ കോണിപ്പടികൾ ഇറങ്ങി ഓടി. ബൈക്ക് വെച്ചിരുന്നിടത്തെത്തുമ്പോൾ എൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എനിക്കിപ്പോൾ ഒരാളെ മാത്രമേ കാണാനുള്ളൂ. കോളേജ് ലൈബ്രറിയൻ സന്തോഷ് മേനോൻ. അദ്ദേഹത്തിന് ഇതേക്കുറിച്ച് എന്തൊക്കെയോ വ്യക്തമായി അറിയാം. അദ്ദേഹത്തിന്റെ വീട് എനിക്കറിയാമായിരുന്നു. ഞാൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. നഗരത്തിലെ റോഡുകൾ പൂർണ്ണമായും വിജനമായിരുന്നു. മഴവെള്ളം കെട്ടിക്കിടക്കുന്ന റോഡിലൂടെ ബൈക്ക് മുന്നോട്ട് കുതിച്ചു. സ്ട്രീറ്റ് ലൈറ്റുകളുടെ വെളിച്ചം നനഞ്ഞ ടാർ റോഡിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഞാൻ ബൈക്കിന്റെ റിയർവ്യൂ മിററിലേക്ക് നോക്കി. ആ കാഴ്ച എന്റെ നിയന്ത്രണം തെറ്റിച്ചു. റോഡിലെ വെള്ളക്കെട്ടുകളിൽ എന്റെ ബൈക്കിന്റെ പ്രതിബിംബം കാണാം. ഞാൻ ഏകദേശം 60 കിലോമീറ്റർ വേഗതയിലാണ് പോകുന്നത്. പക്ഷേ വെള്ളത്തിലെ എന്റെ പ്രതിബിംബം ആ വേഗതയിലല്ല സഞ്ചരിക്കുന്നത്. അത് സെക്കൻഡുകൾ വൈകിയാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഫ്രെയിം സ്കിപ്പ് ചെയ്യുന്ന അതേ ഗ്ലിച്ച്. എന്റെ ബൈക്കിന്റെ ചലനവും ആ പ്രതിബിംബത്തിന്റെ ചലനവും തമ്മിൽ സിങ്ക് ആവുന്നില്ല. ഞാൻ ബ്രേക്ക് പിടിച്ചു. നട റോഡിൽ ബൈക്ക് നിന്നു. ഞാൻ റോഡിലെ വെള്ളക്കെട്ടിലേക്ക് നേരിട്ട് നോക്കി. അവിടെ ഇപ്പോൾ പ്രതിബിംബമില്ല. എല്ലാം സാധാരണ പോലെ. ഈ പ്രതിഭാസം കണ്ണാടിയിലോ ഡിജിറ്റൽ സ്ക്രീനുകളിലോ റിഫ്ലക്ഷനുകളിലോ മാത്രമേ കാണാൻ സാധിക്കൂ എന്ന് എനിക്ക് ഉറപ്പായി. അത് നേരിട്ട് കണ്ണുകൾക്ക് മുന്നിൽ വരില്ല. അതൊരു കോഡാണ്. ലോകത്തിന്റെ ഭൗതിക നിയമങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു സങ്കീർണമായ കോഡ്. ഞാൻ വീണ്ടും ബൈക്ക് എടുത്തു. ഹൗസിംഗ് ബോർഡിന്റെ പഴയ കെട്ടിടങ്ങൾക്ക് മുന്നിൽ ഞാൻ എത്തി. 3ാമത്തെ ബ്ലോക്ക്. അതിൽ 2ാമത്തെ നിലയിലാണ് മേനോൻ സാറിന്റെ ഫ്ലാറ്റ്. കോണിപ്പടികൾ കയറുമ്പോൾ അവിടെ കനത്ത നിശബ്ദതയായിരുന്നു. എല്ലാ ഫ്ലാറ്റുകളുടെയും വാതിലുകൾ അടഞ്ഞു കിടക്കുന്നു. മേനോൻ സാറിന്റെ വാതിലിനു മുന്നിൽ ഞാൻ എത്തി. ഞാൻ കോളിംഗ് ബെല്ലമർത്തി. ഉള്ളിൽ ശബ്ദമൊന്നും കേട്ടില്ല. ഞാൻ വാതിലിൽ മുട്ടി നോക്കി. മേനോൻ സാറേ, ഞാൻ പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചു. ഞാൻ വാതിലിന്റെ പിടിയിൽ പിടിച്ച് തിരിച്ചു നോക്കി. അത് ലോക്ക് ചെയ്തിരുന്നില്ല. വാതിൽ പതുക്കെ അകത്തേക്ക് തുറന്നു. ലിവിംഗ് റൂമിൽ ഇരുട്ടായിരുന്നു. പുറത്തെ ലൈറ്റിന്റെ നേരിയ വെളിച്ചം ജനലിലൂടെ അകത്തേക്ക് വരുന്നുണ്ട്. അതിനപ്പുറമുള്ള മുറിയിൽ നിന്ന് കമ്പ്യൂട്ടർ മോണിറ്ററിന്റെ പ്രകാശം കാണാം. ഞാൻ അങ്ങോട്ടേക്ക് നടന്നു. സാറേ, ഞാൻ വിളിച്ചു. ആ മുറിയിൽ ഒരു കറങ്ങുന്ന കസേരയിൽ മോണിറ്ററിലേക്ക് നോക്കി മേനോൻ സാർ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ കണ്ടുപരിചയിച്ച ആ പ്രസരിപ്പുള്ള മുഖമായിരുന്നില്ല അപ്പോൾ അദ്ദേഹത്തിന്. ഉറക്കം നഷ്ടപ്പെട്ട് ആകെ തളർന്ന ഒരു മനുഷ്യൻ. എന്നെ കണ്ടിട്ടും അദ്ദേഹം ഞെട്ടിയില്ല. ഞാൻ വരുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത് പോലെ. നീ ആ തകിട് കൊണ്ടുവന്നിട്ടുണ്ടോ അനിലേ? വളരെ ക്ഷീണിച്ച ശബ്ദത്തിൽ അദ്ദേഹം ചോദിച്ചു. ഞാൻ ബാഗ് തുറന്ന് ആ ടവൽ മേശപ്പുറത്ത് വെച്ച് അത് തുറന്നു കാണിച്ചു. മേനോൻ സാർ അതിലേക്ക് സൂക്ഷിച്ചു നോക്കി. അദ്ദേഹത്തിന്റെ മുഖത്തെ പേടി എനിക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. സാറേ, എനിക്ക് കാര്യങ്ങൾ അറിയണം.
എനിക്കിപ്പോൾ ഒരു ഫോൺ കോൾ വന്നു. സാറിന്റെ നമ്പറിൽ നിന്നാണ് കോൾ വന്നത്. അതിൽ കേട്ട ശബ്ദം എന്റേതായിരുന്നു. ഹെൻറിക് ക്രൂസ് എന്നാണ് വിളിച്ചയാൾ പേര് പറഞ്ഞത്. ഞാൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്തു. മേനോൻ സാർ എന്നെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. വളരെ ദയനീയമായ ഒരു ചിരി. അദ്ദേഹം തന്റെ മേശയുടെ ഡ്രോയർ തുറന്നു. അതിനുള്ളിൽ ഒന്നുമില്ലായിരുന്നു. എന്റെ ഫോൺ ഇന്ന് വൈകുന്നേരം ലൈബ്രറിയിൽ വെച്ച് നഷ്ടപ്പെട്ടതാണെങ്കിലേ. നിനക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ടില്ല. നിന്നെ ഞാൻ വിളിച്ചിട്ടുമില്ല. എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് സെക്കൻഡുകൾ വേണ്ടി വന്നു. അപ്പോൾ ആ മെസ്സേജുകൾ? ഞാൻ ചോദിച്ചു. അത് നിന്നോട് സംസാരിക്കുകയായിരുന്നു. നിന്നെ കൊണ്ട് ആ തകിട് അവിടെ നിന്നെടുപ്പിക്കാൻ അതിന് ഒരു കാരണവുമില്ലാതെ സാധിക്കില്ല. നിന്റെ മനസ്സിലെ സംശയവും പേടിയും അതിന് ഉപയോഗിക്കണം. എന്റെ ഫോൺ അതിന് വെറും ഒരു മീഡിയം മാത്രമായി ഉപയോഗിച്ചു. മേനോൻ സാർ കസാരയിലേക്ക് ചാരിയിരുന്നു. എന്റെ തല പെരുക്കാൻ തുടങ്ങി. ഈ മനുഷ്യന് ഇതെല്ലാം എങ്ങനെ അറിയാം? ലൈബ്രറിയിലെ വെറും ഒരു സംസാരത്തിൽ തുടങ്ങിയതല്ല ഇതെന്ന് എനിക്ക് വ്യക്തമായി. സാറിന് ഇതൊക്കെ മുമ്പേ അറിയാമായിരുന്നോ? ഞാൻ ചോദിച്ചു. മേനോൻ സാർ കമ്പ്യൂട്ടറിലെ ഒരു ഫോൾഡർ തുറന്നു. അതിൽ നിറയെ പഴയ സ്കാൻ ചെയ്ത രേഖകളായിരുന്നു. ഞാൻ ലൈബ്രറിയിൽ വെച്ച് തിരഞ്ഞ അതേ രേഖകൾ. ക്രൂസ് തറവാട് എന്നത് വെറും ഒരു കെട്ടിടമല്ലേ, അത് ഒരു വലിയ യന്ത്രമാണ്. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, എന്റെ മുത്തച്ഛൻ എന്നോട് ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന്. അദ്ദേഹം വെറുതെ ഒരു കഥ പറഞ്ഞതല്ല. എന്റെ കുടുംബം, അതായത് മേനോൻ തറവാട്, അവരായിരുന്നു ഹെൻറിക് ക്രൂസിനെ ആ പരീക്ഷണങ്ങൾക്ക് സഹായിച്ചത്. ഞാൻ കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ നിന്നു. പോർച്ചുഗീസ് ഇൻക്വിസിഷനെ ഭയന്നാണ് ഹെൻറിക് കേരളത്തിലെത്തിയത്. അയാൾക്ക് യൂറോപ്യൻ ഡീമണോളജിയിൽ ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നു. പക്ഷേ അവരുടെ രീതികൾക്ക് ഒരു പരിധി ഉണ്ടായിരുന്നു. പിശാചുകളെ വിളിച്ചു വരുത്താൻ അവർക്ക് കഴിയും. പക്ഷേ അവരെ ഈ ലോകത്ത് കൂടുതൽ നേരം പിടിച്ചു നിർത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അതിനുള്ള ഉത്തരം അയാൾ കണ്ടെത്തിയത് കേരളത്തിലെ താന്ത്രിക വിദ്യകളിലാണ്. മേനോൻ സാർ മോണിറ്ററിലെ ഒരു ചിത്രം സൂം ചെയ്തു. അത് ക്രൂസ് തറവാടിന്റെ പഴയ മാപ്പായിരുന്നു. പെന്റഗ്രാം ഡിസൈനിലുള്ള വീട്. അവർ ആ വീടിന്റെ ഡിസൈൻ തന്നെ ഒരു ബന്ധനയന്ത്രമായിട്ടാണ് മാറ്റിയത്. യൂറോപ്യൻ ജാമിതിയും വട്ടെഴുത്തിലുള്ള നമ്മളുടെ മന്ത്രങ്ങളും കൂട്ടിച്ചേർത്ത് അവർ പുതിയൊരു ഫോർമുല ഉണ്ടാക്കി. ഹൈബ്രിഡ് ആവിചാരം. ഈ തകിടുകൾ ആ വീടിന്റെ ഓരോ പ്രധാന ഭാഗങ്ങളിലും കുഴിച്ചിട്ടിരിക്കുകയാണ്. ഒരു സർക്യൂട്ട് ബോർഡിലെ ചിപ്പുകൾ പോലെ. അത് ആ വീടിനെ മുഴുവനായും ഒരു കാന്തിക മണ്ഡലമാക്കി മാറ്റുന്നു. എന്തിനു വേണ്ടിയാണ് അവർ അങ്ങനെ ചെയ്തത്? ഞാൻ ചോദിച്ചു. അവർ നടത്തിയ ഒരു പരീക്ഷണം പരാജയപ്പെട്ടു. അവർ ആഗ്രഹിച്ചതിനേക്കാൾ ഒരു വലിയ ശക്തിയെ അവർ അങ്ങോട്ടേക്ക് ആകർഷിച്ചു. അതൊരു ആത്മാവോ പിശാചോ ആയിരുന്നില്ല. രണ്ട് വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിലെ ഇരുണ്ട വിദ്യകൾ കൂട്ടിമുട്ടിയപ്പോൾ ഉണ്ടായ ഒരു എനർജി അനോമലി. അത് സ്ഥലത്തെയും സമയത്തെയും വളച്ചൊടിക്കാൻ തുടങ്ങി. ആ വീടിനുള്ളിൽ അകപ്പെട്ട ഹെൻറിക്കും എന്റെ പൂർവികരും അവിടെ വെച്ച് തന്നെ ഇല്ലാതായി. അവർ മരിച്ചോ അതോ ആ ശക്തിയുടെ ഭാഗമായോ എന്ന് ആർക്കും അറിയില്ല. അന്ന് പക്ഷേ ആ സർക്യൂട്ട് പൂർണ്ണമായിരുന്നു. ആ ശക്തിക്ക് ആ വീടിന് പുറത്തേക്ക് വരാൻ കഴിഞ്ഞിരുന്നില്ല. മേനോൻ സാർ ആ ഇരുമ്പ് തകിടിലേക്ക് വിരൽ ചൂണ്ടി. നൂറ്റാണ്ടുകളായി അത് ആ അറയ്ക്കുള്ളിൽ തന്നെയായിരുന്നു. ആ തകിടുകൾ അതിനെ അവിടെ ലോക്ക് ചെയ്തു വെച്ചിരുന്നു. നീ എവിടെ പോയപ്പോൾ അത് നിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. നീ മൈക്ക് വെച്ച് റെക്കോർഡ് ചെയ്തപ്പോൾ നിന്റെ ഡിജിറ്റൽ ഉപകരണങ്ങളിലൂടെ അത് പുറത്തേക്ക് ഒരു വഴി കണ്ടെത്തി. നീ ഈ തകിട് അവിടെ നിന്ന് ഇളക്കി മാറ്റിയതോടെ അദ്ദേഹം ഒന്ന് നിർത്തി. ആ സർക്യൂട്ട് ബ്രേക്കായി. ഞാൻ പതുക്കെ പറഞ്ഞു, ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിലെ ലൂപ്പ് തകർന്നതുപോലെ. അതെ, ഇപ്പോൾ അത് ആ വീടിനുള്ളിൽ മാത്രമല്ല ഉള്ളത്, അത് പുറത്തു വന്നിരിക്കുന്നു. കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകാൻ തുടങ്ങി. എന്റെ മുറിയിൽ വെച്ച സ്ക്രീനുകളിൽ ഞാൻ കണ്ട ആ രൂപം, ഡിജിറ്റൽ ഗ്ലിച്ചുകൾ, സ്ഥലത്തിന്റെ അളവുകൾ മാറിയത്, ഇതെല്ലാം ആ ഹൈബ്രിഡ് ശക്തി ലോകത്തിന്റെ ഘടനയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളാണ്. നമുക്കിത് തിരികെ അവിടെ കൊണ്ടുപോയി വെച്ചുകൂടെ? ഞാൻ ചോദിച്ചു. മേനോൻ സാർ തലയാട്ടി. അത്ര എളുപ്പമല്ല. ആ ഫോർമുല ഇപ്പോൾ സ്വയം മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് പഴയ രൂപത്തിലല്ല. അദ്ദേഹം കമ്പ്യൂട്ടറിലെ മറ്റൊരു വിൻഡോ ഓപ്പൺ ചെയ്തു. അത് ഗൂഗിൾ മാപ്പ് പോലെയുള്ള ഒരു ലൈവ് സാറ്റലൈറ്റ് ഇമേജിംഗ് സോഫ്റ്റ്വെയർ ആയിരുന്നു. അതിൽ നഗരത്തിന്റെ ഇപ്പോഴത്തെ ഭൂപടം കാണാം. ക്രൂസ് തറവാട് ഇരിക്കുന്ന സ്ഥലം അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ സ്ക്രീനിലേക്ക് നോക്കി. എന്റെ ഹൃദയമിടിപ്പ് നിലയ്ക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഭൂപടത്തിലെ ആ വീടിന്റെ ഡിസൈൻ, ആ പെന്റഗ്രാം ആകൃതി, അത് പതുക്കെ വലുതാവുകയാണ്. വെറുമൊരു ഡിജിറ്റൽ ബഗ് അല്ലാതെ. മാപ്പിലെ വരകൾ സ്വയം മാറുകയാണ്. ആ വീടിന്റെ കേന്ദ്രത്തിൽ നിന്ന് പുതിയ വരകൾ നഗരത്തിന്റെ റോഡുകളിലേക്കും കെട്ടിടങ്ങളിലേക്കും നീണ്ടുപോകുന്നു. അത് നഗരത്തെ മുഴുവൻ ഒരു പുതിയ പെന്റഗ്രാമിനുള്ളിലാക്കാൻ ശ്രമിക്കുകയാണ്. ഇത് എനിക്ക് വാക്കുകൾ കിട്ടിയില്ല. അതൊരു ജീവനുള്ള സമവാക്യമാണെങ്കിലേ, അതിനിപ്പോൾ നമ്മുടെ ഡിജിറ്റൽ ലോകത്തൂടെയും സഞ്ചരിക്കാം.
അത് അതിന്റെ അതിരുകൾ വികസിപ്പിക്കുകയാണ്. മേനോൻ സാർ മൗസ് ഉപയോഗിച്ച് ആ പുതിയ പെന്റഗ്രാമിന്റെ കേന്ദ്രം എവിടെയാണെന്ന് നോക്കി. ആ മാപ്പ് സൂമായി വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നിശബ്ദരായി. ആ പുതിയ ഗണിതശാസ്ത്ര രൂപത്തിന്റെ കൃത്യം നടുക്ക് അത് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഈ അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിലാണ്. പെട്ടെന്ന് ആ മുറിയിലെ മോണിറ്ററിന്റെ പ്രകാശം ഗ്ലിച്ച് ചെയ്യാൻ തുടങ്ങി. സ്ക്രീനിൽ നിറയെ സ്റ്റാറ്റിക് നോയ്സ് നിറഞ്ഞു. ഞാൻ വന്ന വഴിയിലെ ഫ്ലാറ്റിന്റെ പ്രധാന വാതിൽ വലിയൊരു ശബ്ദത്തോടെ അടിച്ചടയുന്നത് കേട്ടു. അതിലെ ലോക്ക് താനെ തിരിയുന്ന ശബ്ദവും. മേനോൻ സാർ പതിയെ എഴുന്നേറ്റു. അദ്ദേഹം ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അനിലെ, അദ്ദേഹം വളരെ പതുക്കെ വിളിച്ചു. ഞാൻ അദ്ദേഹത്തിനടുത്തേക്ക് ചെന്നു. ജനലിലൂടെ താഴെ റോഡിലേക്ക് നോക്കി. മഴവെള്ളം കെട്ടിക്കിടക്കുന്ന ആ ടാർ റോഡിൽ തെരുവിളക്കിന്റെ പ്രകാശത്തിൽ എനിക്കത് കാണാമായിരുന്നു. ആ വെളിച്ചം അവിടെ വീഴുന്നുണ്ടെങ്കിലും അതിന് താഴെ ഒരു കറുത്ത ജാമിതീയ രൂപം റോഡിൽ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നു. ക്യാമറയിൽ മാത്രം കണ്ട ഗ്ലിച്ച് ചെയ്യുന്ന ആ രൂപം ഇപ്പോൾ വെറും കണ്ണുകൾക്ക് മുന്നിൽ യാഥാർത്ഥ്യമായി നിൽക്കുകയാണ്. അത് മൂന്നാമത്തെ നിലയിലുള്ള ഞങ്ങളുടെ ജനലിലേക്ക് നോക്കിയാണ് നിന്നിരുന്നത്. അത് പതുക്കെ താഴത്തെ നിലയിലെ കോണിപ്പടി ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. ഞാനും മേനോൻ സാറും പരസ്പരം നോക്കി. അതിന്റെ നീക്കങ്ങൾ ഒരു യന്ത്രത്തെ പോലെയായിരുന്നു. എന്നാൽ ഓരോ ചുവടിലും അത് ഫ്രെയിമുകൾ സ്കിപ്പ് ചെയ്യുന്നത് ആ കാഴ്ചയെ അങ്ങേയറ്റം ഭയപ്പെടുത്തുന്നതാക്കി മാറ്റി. അത് സാവധാനമാണ് വരുന്നതെങ്കിലും ഓരോ ഗ്ലിച്ചിലും അത് പടികൾ കടന്ന് മുകളിലേക്ക് എത്തുകയാണ്. നമുക്ക് പുറത്ത് കടക്കാൻ കഴിയില്ലേ, മേനോൻ സാർ പറഞ്ഞു. അതിന്റെ ഫോക്കസ് ഇപ്പോൾ ഈ ഫ്ലാറ്റിലാണ്. സ്പേഷ്യൽ ഡിസ്റ്റോർഷൻ ഇതിനകം തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ വാതിൽ തുറന്നാൽ കാണുന്നത് പുറത്തേക്കുള്ള വഴിയാകില്ല. ഞാൻ ജനലിൽ നിന്ന് പിന്നോട്ട് മാറി. എന്റെ ശ്രദ്ധ മേശപ്പുറത്തിരിക്കുന്ന ആ ഇരുമ്പ് തകിടിലേക്കായിരുന്നു. ടവലിൽ പൊതിഞ്ഞു വെച്ചിട്ടും അതിൽ നിന്ന് ഒരു നേരിയ കാന്തിക തരംഗം പുറത്തു വരുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും സാറേ? അതിനെ എങ്ങനെ തടയും? മേനോൻ സാർ കമ്പ്യൂട്ടറിനടുത്തേക്ക് നടന്നു. സ്ക്രീനിലെ സ്റ്റാറ്റിക് നോയ്സ് കൂടുതൽ ശക്തമായിട്ടുണ്ട്. അദ്ദേഹം ഒരു ഡ്രോയർ വലിച്ചു തുറന്ന് അതിൽ നിന്നൊരു ചെറിയ ചെമ്പൂപ്പി എടുത്തു. അതിൽ കാലപ്പഴക്കം കൊണ്ട് പച്ച പിടിച്ചിരുന്നു. ഇതൊരു രാസലായനിയാണ്. എന്റെ മുത്തച്ഛൻ തന്നതാണ്. പോർച്ചുഗീസ് ആൽക്കമിസ്റ്റുകൾ ലോഹങ്ങളെ അലിയിക്കാൻ ഉപയോഗിച്ചിരുന്ന അക്വാറീജിയ എന്ന ലായനിയുടെ മറ്റൊരു വകഭേദം. ഇതിൽ പ്രത്യേക മൂലകങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ആ ഹൈബ്രിഡ് ആവിചാരത്തിന്റെ ഫോർമുല എഴുതിയ തകിടുകൾ നശിപ്പിക്കാൻ ഇതിന് മാത്രമേ കഴിയൂ. എങ്കിൽ പിന്നെ നമുക്ക് വേഗം തന്നെ ഇതിവിടെ വെച്ച് നശിപ്പിച്ചാൽ പോരെ? ഞാൻ ചോദിച്ചു. പോരാ, മേനോൻ സാർ പറഞ്ഞു. സർക്യൂട്ട് ബ്രേക്ക് ആയതുകൊണ്ടാണ് അത് പുറത്തു വന്നത്. ആ തകിട് ഇവിടെ വെച്ച് നശിപ്പിച്ചാൽ ആ സർക്യൂട്ട് എന്നേക്കുമായി ഇല്ലാതാകും. പിന്നെ അതിനെ തളച്ചിടാൻ നമുക്ക് ഒരിടവും ഇല്ലാതെ വരും. അത് ഈ ലോകത്ത് പൂർണ്ണമായും സ്വതന്ത്രമാകും. ഈ ലോകം മുഴുവൻ അതിന്റെ നിയന്ത്രണത്തിലാകും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എനിക്കാകെ സംശയമായി. നമുക്ക് ഈ തകിടുമായി ക്രൂസ് തറവാടിലേക്ക് തിരികെ പോകണം. എന്നിട്ട് ആ തറവാടിന്റെ കേന്ദ്രത്തിൽ വെച്ച്, അതായത് ആ പഴയ പെന്റഗ്രാമിന്റെ നടുക്ക് വെച്ച് വേണം ഈ തകിട് നശിപ്പിക്കാൻ. എങ്കിൽ മാത്രമേ ആ എനർജി ഫീൽഡ് കൊളാപ്സ് ആവുകയുള്ളൂ. അത് കേട്ടിട്ട് എനിക്ക് പേടി തോന്നി. ഇനിയും അവിടേക്ക് പോകാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. അത് പടികൾ കയറി വരികയാണ്. ഈ ഫ്ലാറ്റിൽ നിന്ന് പുറത്തു കടക്കുക എന്നത് തന്നെ അസാധ്യമാണ്. എന്നിട്ട് വേണം ആ തറവാട്ടിലേക്ക് പോകാൻ. നമ്മളെങ്ങനെ പുറത്തു കടക്കും? സാറ് തന്നെയല്ലേ പറഞ്ഞത് സ്ഥലത്തിന്റെ അളവുകൾ മാറിയെന്ന്? മേനോൻ സാർ എന്നെ നോക്കി. അദ്ദേഹത്തിന്റെ മുഖത്തപ്പോൾ ഒരു ശാന്തതയുണ്ടായിരുന്നു. സ്ഥലത്തിന്റെ അളവുകൾ മാറിയത് സത്യമാണ്. പക്ഷേ അതിനൊരു പാറ്റേൺ ഉണ്ട്. ഒരു ഗണിതശാസ്ത്രപരമായ പാറ്റേൺ. നമ്മൾ കണ്ണാടികളിലൂടെയോ സ്ക്രീനുകളിലൂടെയോ നോക്കുമ്പോഴാണ് അത് ഡിസ്റ്റോർട്ട് ആകുന്നത്. നമ്മൾ നേരിട്ട് നോക്കാതെ റിഫ്ലക്ഷനുകളിലൂടെ വഴി കണ്ടുപിടിച്ചാൽ ആ സ്പേഷ്യൽ ഗ്ലിച്ചിനെ നമുക്ക് മറികടക്കാം. അദ്ദേഹം തന്റെ മൊബൈൽ ഫോൺ എടുത്തു. അതിൽ ക്യാമറ ഓൺ ചെയ്ത് സ്ക്രീൻ എനിക്ക് നേരെ തിരിച്ചു. നിന്റെ ഫോൺ എടുക്ക്, എന്നിട്ട് ക്യാമറ തുറക്ക്. എന്നിട്ട് നേരെ നോക്കാതെ സ്ക്രീനിലൂടെ നോക്കി നടക്കുക. ഞാൻ എൻ്റെ ഫോൺ എടുത്ത് ക്യാമറ ഓൺ ചെയ്തു. സ്ക്രീനിലൂടെ ഞാൻ മുറിയിലേക്ക് നോക്കി. നേരിട്ട് നോക്കുമ്പോൾ കാണുന്ന പോലെയല്ല മുറിയുടെ കിടപ്പ്. വാതിൽ ഞങ്ങൾ നിൽക്കുന്നതിന് തൊട്ടടുത്താണെങ്കിലും സ്ക്രീനിൽ അത് വളരെ ദൂരെയാണ്. മേനോൻ സാർ ആ ഇരുമ്പ് തകിട് ഒരു ലെതർ ബാഗിലേക്ക് മാറ്റി. രാസലാനിയുടെ കുപ്പിയും ബാഗിലേക്ക് വെച്ചു. പോകാം, അദ്ദേഹം ചോദിച്ചു. ഞാൻ തലയാട്ടി. ഞങ്ങൾ സ്ക്രീനിലേക്ക് മാത്രം നോക്കി വാതിലിനടുത്തേക്ക് നടന്നു. നേരിട്ട് നോക്കുമ്പോൾ വാതിൽ അടുത്താണെന്ന് തോന്നുമായിരുന്നെങ്കിലും സ്ക്രീനിൽ കാണുന്ന വഴിയിലൂടെയാണ് ഞങ്ങൾ നടന്നത്. വാതിലിന്റെ പിടിയിൽ പിടിച്ചു തുറന്നപ്പോൾ പുറത്ത് കോണിപ്പടിയുടെ ലാൻഡിംഗ് ആയിരുന്നു. രണ്ടാമത്തെ നില. പക്ഷേ കോണിപ്പടികൾ താഴേക്ക് പോകുന്നില്ല. അത് അനന്തമായി മുകളിലേക്ക് നീളുന്നത് പോലെ. സാറേ, പടികൾ മുകളിലേക്കാ പോകുന്നത്, ഞാൻ പറഞ്ഞു. സ്ക്രീനിലേക്ക് നോക്കാനില്ലേ?
നേരിട്ട് നോക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ, അദ്ദേഹം ഉപദേശരൂപേണ പറഞ്ഞു. ഞാൻ ഫോൺ സ്ക്രീനിലേക്ക് നോക്കി. അതിൽ പടികൾ താഴേക്കാണ് പോകുന്നത്. ഞാൻ സ്ക്രീനിൽ മാത്രം ശ്രദ്ധിച്ച് പടികൾ ഇറങ്ങാൻ തുടങ്ങി. എന്റെ കാലുകൾ ശരിയായ പടികളിലാണ് ചവിട്ടുന്നതെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. പക്ഷെ ഞാൻ വീണില്ല. ഒന്നാമത്തെ നിലയിലെത്തിയപ്പോൾ ഞാൻ സ്ക്രീനിൽ ഒരു മാറ്റം കണ്ടു. സ്ക്രീനിൽ സ്റ്റാറ്റിക് നോയ്സ് വരാൻ തുടങ്ങി. ക്രമേണ അത് വർദ്ധിച്ചു വന്നു. ഞാൻ പതുക്കെ തലയുയർത്തി നേരിട്ട് മുന്നിലേക്ക് നോക്കി. കോണിപ്പടിയുടെ അടുത്ത തെരുവിൽ ആ രൂപം നിൽക്കുന്നു. ഇത്തവണ ഞാൻ ക്യാമറയിലല്ല അതിനെ കണ്ടത്, നേരിട്ട് എന്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട്. ഒരു ഇരുണ്ട ഡിജിറ്റൽ നോയ്സ് നിറഞ്ഞ ഒരു ഘടന. അനിലെ, അനങ്ങരുത്, മേനോൻ സാർ മന്ത്രിച്ചു. അതൊരു ഫ്രെയിം മുന്നോട്ട് സ്കിപ്പ് ചെയ്തു എന്റെ തൊട്ടു മുന്നിലേക്ക്. എന്റെ കയ്യിലുള്ള ഫോൺ അതിന് നേർക്ക് തിരിഞ്ഞു. സ്ക്രീനിൽ അതിന്റെ രൂപം 10 മടങ്ങ് വലുതായി തോന്നി. തറവാടിനുള്ളിൽ വെച്ച് കേട്ട ലോഹ ശബ്ദം എന്റെ ചെവികളിൽ മുഴങ്ങി. മേനോൻ സാർ പെട്ടെന്ന് തന്നെ തള്ളി മാറ്റി മുന്നോട്ട് കയറി. അദ്ദേഹം ബാഗിൽ നിന്ന് ആ ലെതർ കവർ പുറത്തെടുത്തു. എന്നിട്ട് അതിൽ നിന്ന് ആ ഇരുമ്പ് തകിട് പകുതി പുറത്തേക്ക് വലിച്ചു. ഇതാണ് നിനക്ക് വേണ്ടതല്ലേ, അദ്ദേഹം ഉറക്കെ ചോദിച്ചു. ആ രൂപത്തിന്റെ ശ്രദ്ധ മേനോൻ സാറിലേക്കായി. അത് അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞു. അനിലെ, താഴേക്കോട്, അദ്ദേഹം ഉറക്കെ അലറി. ഞാൻ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. സാറേ, ഞാൻ വിളിച്ചു. ഓടാൻ. ഞാൻ അതിനെ ഇവിടെ പിടിച്ചു നിർത്താം. നീ തകിടെടുത്ത് ക്രൂസ് തറവാടിലേക്ക് പോ. അദ്ദേഹം ബാഗ് എന്റെ നേർക്കെറിഞ്ഞു. നിലത്ത് വീഴുന്നതിന് മുന്നേ ഞാൻ ആ ബാഗ് പിടിച്ചു. മേനോൻ സാർ ആ പാതി പുറത്തെടുത്ത തകിടുമായി ആ രൂപത്തിന് മുന്നിൽ നിന്നു. അത് അദ്ദേഹത്തിന് നേരെ ഗ്ലിച്ച് ചെയ്ത് നീങ്ങി. മേനോൻ സാറിന്റെ ശരീരം പെട്ടെന്ന് സ്റ്റാറ്റിക് ആയതുപോലെ എനിക്ക് തോന്നി. അദ്ദേഹത്തിന്റെ രൂപം മങ്ങാൻ തുടങ്ങി. ഞാൻ തിരിഞ്ഞ് താഴേക്കോടി. ഓരോ പടിയും ഇറങ്ങുമ്പോൾ എന്റെ ഫോൺ സ്ക്രീനിലെ ലൈവ് ഫീഡ് ഗ്ലിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഫ്ലാറ്റിന് പുറത്തെത്തി. പുറത്ത് മഴ തോർന്നിരുന്നു. എന്റെ ബൈക്ക് അവിടെയുണ്ട്. ഞാൻ ബാഗുമായി ബൈക്കിൽ കയറി. നഗരത്തിലൂടെ ഞാൻ ക്രൂസ് തറവാടിലേക്ക് കുതിച്ചു. റോഡുകൾ വിജനമായിരുന്നു. എനിക്ക് ചുറ്റുമുള്ള കെട്ടിടങ്ങളും മരങ്ങളും വിചിത്രമായ രീതിയിൽ വളയുന്നത് പോലെ. ആ ശക്തി നഗരത്തെ പൂർണ്ണമായും അതിന്റെ പെന്റഗ്രാമിനുള്ളിലാക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ ആ വലിയ മരത്തിന് മുന്നിലെത്തി. ബൈക്ക് ഞാൻ അവിടെ ഇട്ടിട്ട് ആ മരവാതിലിന്റെ വിടവിലൂടെ ഉള്ളിലേക്ക് കടന്നു. ഉള്ളിലെ അന്തരീക്ഷം പൂർണ്ണമായി മാറിയിരുന്നു. ഞാൻ ആ വീട് ആദ്യം കാണുന്ന സമയത്തേതുപോലെ ആയിരുന്നില്ല. അതിന്റെ തൂണുകൾ കൂടുതൽ കറുത്തിരുന്നു. ആ വീട് സ്വയം ഒരു പുതിയ രൂപത്തിലേക്ക് മാറുകയാണ്. ഞാൻ ഹാളിലേക്ക് ഓടിക്കയറി. നിലവറയിലേക്കുള്ള വാതിൽ ഞാൻ തുറന്നു. പടികൾ ഇറങ്ങി താഴെ എത്തി. നിലവറയുടെ ഒത്ത നടുക്ക് ആ ചെമ്പുപെട്ടി അപ്പോഴും ഉണ്ടായിരുന്നു. അതിനു ചുറ്റും നിലത്തൊരു പഴയ ജാമിതീയ ഡിസൈൻ ഉണ്ടായിരുന്നു. അവിടെയാണ് ഈ തകിട് വെക്കേണ്ടത്. ഞാൻ ബാഗിൽ നിന്ന് ആ തകിട് പുറത്തെടുത്തു. പിന്നെ രാസലായനിലൂടെ കുപ്പിയിരുന്നു. പെട്ടെന്ന് നിലവറയിലെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ആ ലോഹ ശബ്ദം വീണ്ടും കേട്ടു. ഇത്തവണ അത് വളരെ ഉച്ചത്തിലായിരുന്നു. ഞാൻ ചുറ്റും നോക്കി. നിലവറയുടെ എല്ലാ മൂലകളിൽ നിന്നും ആ രൂപങ്ങൾ ഗ്ലിച്ച് ചെയ്തു വരുന്നുണ്ടായിരുന്നു. ഒരൊറ്റ രൂപമല്ല, ഒരുപാടെണ്ണം. ആ ഹൈബ്രിഡ് കോഡ് സ്വയം കോപ്പി ചെയ്യുകയാണ്. അവ എനിക്ക് നേരെ വരികയാണ്. ഞാൻ വേഗം ആ തകിട് നിലത്തെ ഡിസൈനിന്റെ നടുക്ക് വെച്ചു. എന്നിട്ട് ശ്രദ്ധയോടെ രാസലാനിയുടെ കുപ്പി തുറന്നു. ഏറ്റവും അടുത്തുള്ള രൂപം എന്റെ മേൽ വീഴാൻ ഒരു ഫ്രെയിം മാത്രം ബാക്കിയുള്ളപ്പോൾ ഞാൻ ആ ലായനി മുഴുവൻ ആ തകിടിലേക്ക് ഒഴിച്ചു. ഒരു സെക്കൻഡ് നേരത്തേക്ക് അവിടെ നിശബ്ദത പടർന്നു. പിന്നെ വലിയൊരു ശബ്ദത്തോടെ ആ തകിടിൽ നിന്ന് പച്ച നിറത്തിലുള്ള പുക ഉയരാൻ തുടങ്ങി. പിന്നെ അത് ഉരുകാൻ തുടങ്ങി. തകിടുരുക്കിയ നിമിഷം ആ നിലവറയിൽ ഉണ്ടായിരുന്ന രൂപങ്ങളെല്ലാം ഒറ്റയടിക്കില്ലാതായി. എനിക്ക് ചുറ്റുമുള്ള സ്പേഷ്യൽ ഡിസ്റ്റോർഷൻ പെട്ടെന്ന് അവസാനിച്ചു. ആ വീടൊരു പഴയ സാധാരണ വീട് മാത്രമായി മാറി. ഞാൻ അവിടെ തളർന്നിരുന്നു. പതുക്കെ പുകയടങ്ങി. ആ തകിട് പൂർണ്ണമായും ഒരു ദ്രാവകമായി മാറിയിരുന്നു. സർക്യൂട്ട് ഇല്ലാതായി. ആ ഹൈബ്രിഡ് ആവിചാരം എന്നേക്കുമായി അവസാനിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ ആ തറവാടിൽ നിന്ന് പുറത്തു കടന്നു. സമയം രാവിലെ 5 മണിയായിരുന്നു. നഗരം ഉണർന്നു തുടങ്ങുന്നതേയുള്ളൂ. ഞാൻ നേരെ മേനോൻ സാറിന്റെ ഫ്ലാറ്റിലേക്ക് പോയി. അവിടെയെല്ലാം സാധാരണ പോലെയായിരുന്നു. ഫ്ലാറ്റിന്റെ വാതിൽ തുറന്നു കിടപ്പുണ്ട്. ഞാൻ ഉള്ളിലേക്ക് കയറി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. മേനോൻ സാർ അവിടെ ഉണ്ടായിരുന്നതിന്റെ ഒരു ലക്ഷണവുമില്ല. അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറുകളും ഫയലുകളും ഒന്നും അവിടെ കാണാനില്ലായിരുന്നു. ഞാൻ ആളെ കാണാനില്ല എന്ന് കാണിച്ച് പോലീസിൽ പരാതി നൽകി. അവിടെ മുതലാണ് എല്ലാം മാറി മറിഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായത്. സന്തോഷ് മേനോൻ എന്നൊരാൾ യഥാർത്ഥത്തിൽ ഇല്ല എന്ന് പോലീസ് അന്വേഷിച്ച ശേഷം എന്നോട് പറഞ്ഞു. ഞാൻ സന്തോഷ് മേനോന്റേതെന്ന് പറഞ്ഞ് നൽകിയ ഫോൺ നമ്പർ മറ്റൊരാളുടെ പേരിലുള്ളതായിരുന്നു. അയാളെ നമ്പർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി അത്രേ. യൂണിവേഴ്സിറ്റിയിൽ അന്വേഷിച്ചപ്പോൾ സന്തോഷ് മേനോൻ എന്ന പേരിൽ ആരും അവിടെ ജോലി ചെയ്തിരുന്നില്ല എന്നാണ് രേഖകളിൽ നിന്നും മനസ്സിലായത്. എന്റെ ഗവേഷണ ഗൈഡ് പോലും
അങ്ങനെ ഒരാളെ കുറിച്ച് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ചരിത്രത്തിൽ നിന്ന്, ഈ യഥാർത്ഥ ലോകത്തിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെട്ടതുപോലെ, ഹെൻറിക് ക്രൂസിനെ പോലെ. ഞാൻ എൻ്റെ ഗവേഷണം അവിടെ വെച്ച് നിർത്തി. ക്രൂസ് തറവാടിന്റെ സർവേ നമ്പറിൽ ഇപ്പോൾ ഒരു ഫ്ലാറ്റ് സമുച്ചയം ഉയരുകയാണ്. ഇനിയെങ്കിലും എല്ലാം അവസാനിക്കുമെന്ന് ഞാൻ കരുതി. കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ എൻ്റെ മുറിയിലിരുന്ന് ലാപ്ടോപ്പിൽ ഒരു സിനിമ കാണുകയായിരുന്നു. സിനിമയുടെ ഇടയിൽ പെട്ടെന്ന് സ്ക്രീൻ ഒന്ന് ബ്ലാങ്ക് ആയി. അതിൽ എൻ്റെ റിഫ്ലക്ഷൻ ഞാൻ കണ്ടു. പെട്ടെന്ന് ആ ബ്ലാക്ക് സ്ക്രീനിൽ ഒരു മെസ്സേജ് വന്നു: നമ്മൾ വീണ്ടും കാണുമെങ്കിൽ ഈ ലോകം മാറുകയാണ്. ആ വാചകങ്ങൾ മലയാളത്തിലായിരുന്നില്ല, വട്ടെഴുത്ത് ലിപിയിലുള്ള ലാറ്റിൻ വാക്കുകൾ. എൻ്റെ ഫോണിൽ മേനോൻ സാറിന്റെ നമ്പറിൽ നിന്ന് ഒരു കോൾ വരുന്നത് ഞാൻ കണ്ടു. ഞാൻ ഫോൺ എടുത്തില്ല. ഞാൻ ആ സ്ക്രീനിലെ ഡിജിറ്റൽ നോയ്സിലേക്ക് തന്നെ നോക്കിയിരുന്നു. ഒന്നും അവസാനിച്ചിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി.